തീർച്ചയായും ഈ അനിൽ ആന്റണി ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗതികൾ പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നുമില്ല. ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതലുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖമാണ്. അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താം. നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും PC ജോർജ് പട്ടികയിൽ ഇടം പിടിച്ചില്ല. മകൻ ഷോൺ ജോർജുമില്ല. BJP ദേശീയ സെക്രട്ടറിയും വക്താവുമായ അനിൽ ആന്റണിക്കാണ് പത്തനംതിട്ടയിൽ സീറ്റ് ലഭിച്ചത്. BJP തനിക്ക് വേണ്ട ബഹുമാനവും ആദരവും തരുന്നുണ്ട്. വരും കാലത്തും തന്നോട് മാന്യമായി പെരുമാറുമെന്ന് ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം PC ജോർജ് പ്രതികരിച്ചു. വ്യക്തിപരമായി ആരെയും ആക്രമിക്കുന്നില്ലെന്ന് പറഞ്ഞ PC ജോർജ് ആർക്കും പരിചിതനല്ലാത്ത അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. അപ്പന്റെ പിന്തുണ മകനില്ല എന്നതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായി അനിൽ ആന്റണിയെ പിന്തുണച്ചാൽ കുറച്ചുകൂടി എളുപ്പമായേനെയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇടപെടൽ എന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പത്തനംതിട്ട പാർലമെന്റ് നിയമനത്തിന് ഞാൻ നിൽക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ജനുവരി 31-ാം തീയതിയാണ് BJPയിൽ മെമ്പർഷിപ്പ് എടുത്തത്. അതിനു മുമ്പ് ഞാൻ BJPക്കാരനാണ്. അപ്പം ഒരു ഡിമാൻഡും എനിക്കില്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടി തന്നെ ദേശീയ നേതാക്കന്മാർ മുഴുവൻ അറിയിച്ചതാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ലാസ്റ്റ്, നിങ്ങൾ യുനാനിമസായി PC നിൽക്കണം എന്ന് നിർബന്ധമായി ഉത്തരവ് തന്നാൽ ഞാൻ അനുസരിക്കും. ഇല്ല, നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് ആണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ ബന്ധപ്പെടാനേ പോയില്ല. ആര് വന്നാലും സന്തോഷം. ആരെ BJP സ്ഥാനാർത്ഥിയോട് നിശ്ചയിക്കുന്നു അവർക്കൊരു പ്രവർത്തിക്കുക എന്നതാണ് എന്റെ കടമ എന്ന് ഞാൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ പാർട്ടി പ്രഖ്യാപനം ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റണി എന്നൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത്. വളരെ ചെറുപ്പമാണ്. കോൺഗ്രസിന് അടുത്ത കാലത്ത് BJP ചേർന്ന ആളാണ്. അപ്പം AK ആന്റണിയുടെ മകനാണ്. അത് AK ആന്റണിക്ക് അത് ഇഷ്ടമാകുമെന്ന തരത്തിൽ ഞാൻ പറയുന്നതിനോട് ക്ഷമിക്കണം. കോൺഗ്രസിന്റെ മീഡിയ ചാർജ് ഉണ്ടായിരുന്നത് ഡൽഹി മാത്രം. അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി. ഡൽഹിയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അനിയുടെ വിജയമാണ് ഇനി PC ലക്ഷ്യം എന്ന് വളരെ വിജയത്തോട് പറയുന്നത്. ഇപ്പൊ നല്ലതാ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നത് നല്ലതാണ് തോന്നുന്നു. ചീത്തയാണെന്ന് മനസ്സിലുള്ളവർക്ക് എത്തിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാം? അല്ല, ഞാൻ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആഗ്രഹിച്ച കുറ്റം പറയാൻ പറ്റുമോ? ഞാൻ അവരുടെ ആളല്ല. അപ്പൊ പത്തനംതിട്ട ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പറയുന്നത് ഏറ്റവും അധികം ആഗ്രഹിച്ചത് നമ്മളെ പിണറായി വിജയനാണ്. പിണറായി വിജയൻ, വെള്ളാപ്പള്ളി നടേശൻ, പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ തുഷാർ വെള്ളാപ്പള്ളി, അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. എനിക്കറിയാം. അവർ പരസ്യമായിട്ട് പറഞ്ഞോണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവരൊക്കെ ഒരു ആഗ്രഹം സാധിക്കട്ടെ. അതുകൊണ്ട് ഞാൻ 4-5 ദിവസം മുമ്പേ ഞാൻ എനിക്ക് വേണ്ട, ഞാൻ സ്ഥാനാർത്ഥിയായി ഇത്രയും പേരെ എതിർപ്പ്, എനിക്കെന്തിനാ നീ എതിർപ്പ് എന്ത് കിട്ടാനാണ്? എനിക്ക് ഒരു ആവശ്യമില്ല. ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട. അതൊന്നും ഞാൻ ആരോടും പണിയല്ല. ഞാൻ ഇന്നിപ്പോ വൈകുന്നേരം 7 മണിക്കോട്ടാണ് പ്രഖ്യാപിച്ചത്. ഞാൻ ഒരു 5 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുകളിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യരോട് നിങ്ങൾ എന്നെ വിശ്വസിച്ചു ലോകത്താരോട് ഫോണിൽ വിളിച്ചുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പേടിക്കണം. അപ്പൊ പിന്നെ ആ തർക്കമില്ല. പക്ഷെ സംഭവിച്ചെന്താന്ന് പറയാം, ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായാലെന്ന് പറഞ്ഞാലും പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ NDAയുടെ നേതാക്കന്മാര്, SNDPയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ PC സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല അവർ BJP നേതൃത്വത്തെ അത് അറിയിക്കും. PC ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. BJPയുടെ പല അവര് കണക്കെടുക്കും. BJPയുടെ ഇങ്ങനെ വിളിച്ച് വിവരമെടുത്തപ്പോ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് പത്തനംതിട്ടയുള്ള ആള്, ഒന്നാമത്തെ ഒരു PC പറയും, രണ്ടാമത്തെ ആള് PC പറയും, മൂന്നാമത്തെ അതും PC പറയും. അങ്ങനെ പറഞ്ഞ BJPയുടെ RSന്റെ നേതാക്കന്മാരുണ്ട്. അവരാണ് കൂടുതൽ. അവരങ്ങനെ കൊടുത്ത പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് PC സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പ്രചരണമുണ്ടായി. ഞാനും അത് അവരെ എങ്ങനെ പറയപ്പോ എന്റെ മനസ്സിലൊരു ആയാൽ എന്താ എന്നൊരു തോന്നലുണ്ടായി. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ ചില നീക്കങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഇവിടുത്തെ പെന്റിക്കോസ്റ്റ് വിഭാഗങ്ങൾ, അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം, അവിടുത്തെ CSI, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാനിടയായി. NSS, എനിക്ക് ഏറ്റവും നന്ദിയുള്ള NSSന്റെ മാഡം, നമ്മുടെ
മണിച്ചേട്ടൻ പ്രഖ്യാപിച്ചത്. അപ്പൊ അത്ര സ്നേഹം എന്നോട് കാണിച്ചതാണ്. അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ദുഃഖമില്ല, സന്തോഷം മാത്രമാണ്. തീർച്ചയായും ഈ അനിൽ ആന്റി, ഈ കേരളത്തിൽ എല്ലാവരും വേറൊരു ഗതികേട്, പത്തനംതിട്ട അനിൽ ആന്റി അറിയുന്നുമില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റി മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഒരു ദുഃഖം അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു ശ്രമം നടത്താം. മത്സരിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴേക്കും ആന്റോ ആന്റണിക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? എനിക്കറിയില്ല. അത് ജനങ്ങളുടെ ജനങ്ങളൊന്നും, നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റുകയാണ്. നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക. പക്ഷെ ആന്റോ ആന്റണിക്ക് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല എന്നെ വിശ്വസിക്കുന്നു. കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ആന്റോ ആന്റണിയുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ആളാണ്. മനസ്സിലായി? പക്ഷേ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം 15 MP ആയിരുന്ന ആളാണ്. ഇങ്ങനെ പറ്റി നല്ല അഭിപ്രായമാണുള്ളത്. ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അഭിപ്രായം പറയുന്നു. ഒരു ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് അങ്ങനെ വലിയൊരു നഷ്ടബോധമുണ്ടിരിക്കും. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, AK ആന്റണിയുടെ മകൻ. പക്ഷെ AK ആന്റണി കോൺഗ്രസ്സാണ്. AK ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. AK ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അതാണ് ഇനി നില. ബിജെപിയിലേക്ക് ചേരുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, ഇത്രയും ജനപ്രീതിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടേണ്ടതായിരുന്നല്ലോ. ആ ഒരു പരിഗണന കിട്ടാത്തതിൽ ബിജെപിയോട് അതൃപ്തിയുണ്ടോ? എന്റെ ദൈവത്തെ ഇത് കൂട്ടി ജോലി ചോദിക്കാൻ എന്നെ മറുപടി പറയുക ചെയ്യും. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും BJP എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ BJP വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ BJP വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് BJPയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ RS പ്രവർത്തനം തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന RSന്റെ പ്രവർത്തകരാണ്. പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയും. ഞാൻ 100% നന്ദി അവരോടുണ്ട്. നന്ദിയോടെ തന്നെ